ഇന്നത്തേത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഹെയർ ബാൻഡാണ്. ക്ലിപ്പ് സ്റ്റോണും ക്രാക്കിൾ ബീഡ്സും വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കിയാലോ. അപ്പോൾ നമ്മുടെ ക്രാക്കിൾ ബീഡ്സും ക്ലിപ്പ് സ്റ്റോൺ എടുത്തിട്ടുണ്ട്, നമ്മുടെ മെറ്റാലിക് ഫ്രെയിമും എടുത്തിട്ടുണ്ട്. അപ്പോൾ 4mm വയർ എടുത്തു, അതിലേക്ക് ഞാൻ ക്രാക്കിൾ ബീഡ്സ് കോർത്തെടുത്തു. ഒരു ലെയർ ഫുള്ളായിട്ട് കോർത്തില്ല, കാരണം ഇത് സെൻറ്ററിലാണ്, കുറച്ച് ദൂരത്തേക്കാണ് ഞാൻ കോർക്കുന്നത്. അതുകൊണ്ട് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഒരു എഡ്ജ് ഞാൻ എന്ത് ചെയ്യും, നന്നായിട്ട് വേണ്ട നമ്മുടെ ഹെയർ ബാൻഡിൻ്റെ ഫ്രെയിമിൽ നന്നായിട്ട് ടൈ ചെയ്തെന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ ടൈ ചെയ്യുക. അപ്പോൾ അവിടെ അത് നന്നായിട്ട് ഇരുന്നോളും. അതിനുശേഷം ഇത് 1 by 1 ആയിട്ട് നമ്മൾ സാധാരണ നോർമലി ഹെയർ ബാൻഡ് ചെയ്യുന്നത് പോലെ അത് ഓരോന്നോരോന്നായിട്ട് എന്ത് ചെയ്യുക, ചുറ്റിയെടുക്കുക. ഒന്ന് ചുറ്റി അതിനുശേഷം വീണ്ടും അടുത്ത് ഇതുപോലെ ചുറ്റി എടുത്താൽ മതി. വളരെ എളുപ്പമാണ്. പിന്നെ നമുക്ക് എത്രയാണോ, ഞാനിത് സെൻറ്ററിലാണ് ആ ഒരു നമ്മുടെ ക്ലിപ്പ് സ്റ്റോൺ കൊടുക്കുന്നത്. ക്രാക്കിൾ ബീഡ്സ് സൈഡിലും സെൻറ്ററിൽ ക്ലിപ്പ് സ്റ്റോണും. അപ്പോൾ അതുകൊണ്ട് ആ ഒരു നമുക്ക് ഏത് വരെയാണ് ആവശ്യം അതുവരെ എന്ത് ചെയ്യുക, ക്രാക്കിൾ ബീഡ്സ് കോർത്തെടുക്കുക. അത് സെൻറ്ററിൽ വേറെ വരുന്നത് കൊണ്ടാണ് ഞാൻ ഫുള്ളായിട്ട് കോർത്തെടുക്കാത്തത് കേട്ടോ. ഇതുപോലെ. ഇനി നിങ്ങൾക്ക് ഫുള്ളായിട്ട് ചെയ്താലും കുഴപ്പമൊന്നുമില്ല, സെൻറ്ററിൽ നമ്മൾ ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചാൽ മാത്രം മതി. അപ്പോൾ ഞാൻ ഏകദേശം ഇത്ര ഒരു ദൂരത്തിൽ ആ ക്രാക്കിൾ ബീഡ്സ് അതിന് കോർത്തയിൽ നമ്മൾ അത് കവർ ചെയ്തു. ഇനി അത് അവിടെ നന്നായിട്ട് ടൈ ചെയ്ത് വയ്ക്കണം. ഇതുപോലെ ഒരു 2-3 പ്രാവശ്യം നന്നായിട്ട് ടൈ ചെയ്തതിന് ശേഷം ബാക്കി വന്ന ഈ നമുക്ക് ഇതില്ലേ, വയറില്ലേ, ഇത്രയും ദൂരമാണ് എന്ത് ചെയ്യുക, അതിനെ നന്നായിട്ടൊന്ന് അറേഞ്ച് ചെയ്തിട്ട് അതിനുശേഷം ഈ ബാക്കി വന്നതിന് ഇതുപോലെ നന്നായിട്ട് ചുറ്റി, കാരണം നമുക്ക് എത്ര ദൂരമാണോ ഒരു ആവശ്യമുണ്ടല്ലോ അത് കഴിഞ്ഞിട്ടുള്ള സ്ഥലത്തേക്ക് അങ്ങ് വിട്ടു കൊടുക്കുക. അപ്പോൾ എന്ത് ചെയ്യുക, നമുക്ക് ബാലൻസ് കാരണം കട്ട് ചെയ്യണ്ട. പിന്നെ നോക്കി, ഈ ക്ലിപ്പ് സ്റ്റോൺ എന്ന് പറഞ്ഞാൽ കണ്ടോ, അതിൻ്റെ ഹോള് സെൻറ്ററിൽ ഒറ്റ ഹോളല്ല, അവിടെ ഇങ്ങനെ 2 ഹോളാണ്. അപ്പോൾ സെൻറ്ററിലല്ല, സൈഡിലായിട്ട് 2 ഹോൾസാണ്. അപ്പോൾ നമുക്ക് 2 നമ്മുടെ വയർ എടുത്തിട്ട് കോർത്തിട്ടേ ചെയ്യാൻ പറ്റുള്ളൂ. കണ്ടോ, ഒന്നിലേക്ക് ഒരു വയറിട്ടു, അടുത്തതിൽ സെയിം അതിൽ തന്നെ അടുത്തൊരു വയറും കൂടെ. ഇങ്ങനെയാണ് കോർത്തെടുക്കേണ്ടത്. വലുതിൽ ഇങ്ങനെ പറ്റുള്ളൂ കേട്ടോ, അതാണ്. അപ്പോൾ ഇത്രയും ഞാൻ കോർത്തെടുത്തു. ഞാൻ അത് കോർക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചതേ ഉള്ളൂ, കാരണം ഫുള്ള് കോർത്ത് കാണിക്കായിരുന്നെങ്കിൽ അതിനെ സമയം വരത്തുള്ളൂ. ഇനി ഇതിനെന്ത് ചെയ്യും, നമ്മൾ ആ ചെയ്തതിൻ്റെ ബാലൻസ് ആ ഒരു പോർഷനില്ലേ അവിടെ നന്നായി ടൈ ചെയ്തിട്ട് വീണ്ടും ചെയ്യുക. ഇതുപോലെ അവിടെ വെച്ചിട്ട് ഒന്ന് ടൈ ചെയ്ത് കൊടുത്താൽ മതി. ഒന്ന് ശ്രദ്ധിച്ച് ചെയ്താൽ മാത്രം മതി കേട്ടോ, വളരെ ബുദ്ധിമുട്ടൊന്നുമില്ല. പെട്ടെന്ന് തന്നെ അങ്ങ് ചെയ്തെടുക്കുക. അങ്ങനെ നമ്മൾ വെറുതെ ചുറ്റി വയ്ക്കുന്നതല്ലേ, കാരണം അത് വയറായതുകൊണ്ട് തന്നെ അതവിടെ ഇരുന്നോളും. ഇനി അതെന്ത് ചെയ്യണം, 1 by 1 ആയിട്ട് ജസ്റ്റ് ഇതുപോലെ സെൻറ്ററിലേക്ക് എന്ത് ചെയ്യുക, ഓരോന്നോരോന്നായിട്ട് നമ്മൾ ടൈ ചെയ്ത് പോവുക. ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിൽ ചെയ്യാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. ചെയ്യുമ്പോൾ വരുന്ന 2 ഘട്ടം മാത്രമാണ്. അത് എന്താ പറയുക, ഇങ്ങനെ ഈ ക്ലിപ്പ് സ്റ്റോൺ ഇങ്ങനെ കോർത്തെടുത്ത് ചെയ്യണം. ഈ 2 വയറിട്ട്, അത് മാത്രമേ ഉള്ളൂ ഇതിൽ നമുക്ക് ചെറിയ ബുദ്ധിമുട്ടെന്ന് പറയാൻ. അതും ബുദ്ധിമുട്ടെന്ന് പറയാനില്ല കേട്ടോ, കുറച്ച് സമയം എടുക്കുന്ന കാര്യം അതെന്നേ പറയാനുള്ളൂ. അല്ലായെങ്കിൽ നമുക്കൊരു വലിയ ക്ലിപ്പ് സ്റ്റോൺ ജസ്റ്റ് കോർത്തിട്ട് ഫുള്ളായിട്ട് അങ്ങ് കോർത്ത് പോയാൽ മതി. ഇതങ്ങനെ പറ്റില്ല, അതുകൊണ്ടാണ് ഈ ക്ലിപ്പ് സ്റ്റോണിൽ നമ്മളിങ്ങനെ ചെയ്തത്. നോക്കി, നമുക്ക് ഏതുവരെയാണ് ആവശ്യം അതുവരെ അത്രയും ദൂരം എന്ത് ചെയ്യുക, അത് കവർ ചെയ്യുക. 2 സൈഡും ഈക്വൽ ആണെന്ന് നോക്കിയിട്ട് നിർത്തിയതിന് ശേഷം ബാലൻസ് എന്ത് ചെയ്യുക, ക്രാക്കിൾ ബീഡ്സ് വീണ്ടും കോർത്ത് ചെയ്യുക കേട്ടോ. ഇതുപോലെ. ശരിക്കും പറഞ്ഞത് കാണാൻ ഭയങ്കര ഭംഗിയാണ് കേട്ടോ. ഈ ക്ലിപ്പ് സ്റ്റോണിന്, വലിയ ക്ലിപ്പ് സ്റ്റോണിന് ഒരു പ്രത്യേക ഭംഗിയുണ്ട്, നല്ല രസമാണ് അത് കാണാനായിട്ട്. അപ്പോൾ അതും അതിൻ്റെ ഒരു മാച്ചിങ്ങിനായിട്ടുള്ള നമ്മുടെ ക്രാക്കിൾ ബീഡ്സും കൂടെ വന്നപ്പോൾ നല്ല ഭംഗിയായിരുന്നു. മാർബിൾ ബീഡ്സും ഒക്കെ ചേരും കേട്ടോ. നമുക്ക് ഏത് ബീഡ്സ് വേണം ഇതിനൊക്കെ കോമ്പിനേഷനായിട്ട് കൊടുക്കാം, മിക്സ് ചെയ്തൊക്കെ കൊടുക്കാം. പിന്നെ നല്ല ഭംഗിയായിരുന്നു, അത് കൊടുത്തപ്പോൾ നല്ല രസമായിരുന്നു. ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിനേക്കാളും ഭംഗിയായിരുന്നു. കസ്റ്റമറിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടതുമായിരുന്നു കേട്ടോ. ഇനി അവസാനം എന്ത് ചെയ്ത് നിർത്തിയ ശേഷം 2 സൈഡിൽ ഈക്വലാണെന്ന് നോക്കിയിട്ട് അവിടെ ടൈ ചെയ്ത് ബാലൻസ് കട്ട് ചെയ്തെടുക്കുക. ഇനി നമ്മൾ നേരത്തെ അവിടെ എന്ത് ചെയ്യുക, ബാലൻസ് ത്രെഡ് നമ്മുടെ വയർ വിട്ടിട്ടുണ്ടായിരുന്നു. ഇനി ബാക്കി ഞാൻ കോർത്തെടുത്ത് ചെയ്യുക. ഇത് നമ്മൾ ഫുള്ളായിട്ട് കോർത്ത് കഴിഞ്ഞാൽ ഇത് വീണ്ടും ഇങ്ങനെ പകുതി നമ്മൾ ചുറ്റി നിർത്തും. അപ്പോൾ അത് ആ ബീഡ്സും കാണും, പിന്നെ നമ്മുടെ ഈ ക്ലിപ്പ് സ്റ്റോൺ ചുറ്റിയതും കൂടെ ചുറ്റാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ അവസാനം ഇത് ബാലൻസ് വിട്ടതിന് ശേഷം ഇതുപോലെ ക്ലിപ്പ് സ്റ്റോൺ അല്ല, നമ്മുടെ ക്രാക്കിൾ ബീഡ്സ് അവസാനം കോർത്തിട്ട് വീണ്ടും ഒന്നേന്ന് ചെയ്തത് കേട്ടോ. ഇതുപോലെ. അത് വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം. വെറുതെ നമ്മൾ ഓരോന്നോരോന്ന് വെച്ച് ഇങ്ങനെ ചുറ്റി എടുക്കുന്നു, അത്രയേ ഉള്ളൂ കേട്ടോ.
അപ്പോൾ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ കണ്ട് നമുക്ക് ചെയ്ത് പഠിക്കാമല്ലേ എന്ന്. ഞാനും ഇതൊന്നും പഠിച്ചിട്ടൊന്നും ഇല്ല കേട്ടോ. ഞാനും പണ്ട് മുതലേ എനിക്കിതൊക്കെ ചെയ്യാൻ ഇഷ്ടമായതുകൊണ്ട് ഞാനും ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് തന്നെയാണ് ഇപ്പോൾ ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് പഠിച്ചാൽ മാത്രമേ ചെയ്യാം അങ്ങനെയൊന്നുമല്ല. നമുക്ക് വീഡിയോസ് കണ്ട് നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഒക്കെ ചെയ്യാം കേട്ടോ. അത് നല്ല ഫിനിഷിംഗ് ആയിട്ടൊക്കെ തന്നെ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ആ എഡ്ജിൻ്റെ ഏറ്റവും ഒരു സൈഡ് രണ്ട് സൈഡും ഈക്വൽ ആണെന്ന് നോക്കി എന്നിട്ട് അതെന്ത് ചെയ്യുക, അവിടെ നന്നായിട്ട് ടൈ ചെയ്ത് നിർത്തുക. എന്നിട്ട് ബാലൻസ് വരുന്നതിന് എന്ത് ചെയ്യുക, കട്ട് ചെയ്ത് മാറ്റി കൊടുക്കുക കേട്ടോ. അത്രയേ ഉള്ളൂ. വളരെ എളുപ്പമാണ്. ഇത് പല കളറിലുണ്ട് കേട്ടോ. പിങ്ക് ഉണ്ട്, നമുക്ക് റെഡ് ഉണ്ട്, എല്ലാ കളറും ഓൾമോസ്റ്റ് എല്ലാ കളറും നമുക്ക് സെൻറ്ററിൽ ക്ലിപ്പ് സ്റ്റോൺ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ക്രാക്കിൾ ബീഡ്സും. അപ്പോൾ നമുക്കിത് പല 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 വെറൈറ്റി ആയിട്ടൊക്കെ ചെയ്തെടുക്കാം. കണ്ടില്ലേ? ഇനി നമ്മൾ കസ്റ്റമൈസേഷനൊക്കെ ആകുമ്പോൾ എഡ്ജ് അവസാനം എന്ത് ചെയ്യണം, എൻഡ് ടൈപ്പ് കൊണ്ട് കവർ ചെയ്ത് കൊടുക്കും. ജസ്റ്റ് കവർ ചെയ്യുക. നമ്മളെപ്പോൾ ചെയ്യുമ്പോഴും അത് നല്ലൊരു ഫിനിഷിങ്ങിൽ ചെയ്ത് കൊടുക്കുക. ഫിനിഷിങ്ങോട് ചെയ്യുമ്പോൾ വളരെ ബ്യൂട്ടിഫുൾ ആയിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായില്ലേ അത് എത്രത്തോളം ഭംഗിയായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഹെയറിൽ വയ്ക്കുമ്പോൾ എങ്ങനെയായിരിക്കും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഭയങ്കര ഭംഗിയാണ് കേട്ടോ. പ്രത്യേകിച്ച് കുട്ടികളുടെയൊക്കെ ഹെയറിലൊക്കെ വയ്ക്കുമ്പോൾ നല്ല രസമാണ്. അപ്പോൾ നിങ്ങളും ഇതൊക്കെ എന്താ പറയുക ചെയ്യാൻ ശ്രമിക്കുക. നമുക്കിത് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ നല്ല ഒരു വരുമാനം ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ചെയ്യാൻ ശ്രമിക്കണം. പുതിയൊരു വീഡിയോയുമായിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.